ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗാലറി ഗ്ലാം ബൈ ദൃശ്യയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എവിടെ പോകാമെന്ന്. ത്രിമൂർത്തികളായിട്ട് അലീനയും സുഖവും ഞാനും ആട്ടോ പോണത്. നമ്മൾ വൈക്കം എംപ്ലോയ്മെൻറ്റിൽ പോവാണ്. KSRTCക്കാണ് പോയത്. KSRTC ആണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. എനിക്കതിന് പോകണതാണ് ഇഷ്ടം. എന്തോ എനിക്ക് കംഫർട്ട് അതിരിക്കാനാണ്. പിന്നെ പ്രൈവറ്റിൽ ഒരിക്കലും ഇഷ്ടമാണ് കേട്ടോ ബസ്സിൽ. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴേ നമുക്ക് 3 പേർക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബെസ്റ്റ് ബേക്കറി ചെന്നു. അവിടെ ചെന്ന് നമ്മൾ 3 ഫ്രഷ് ലൈം പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ കേക്കിനൊക്കെ വില ചോദിച്ചപ്പോൾ സ്വർണ്ണത്തിനേക്കാളും വിലയാണ് കേക്കിന്. സ്വർണ്ണം കൊണ്ടാണോ ഉണ്ടാക്കിയേക്കണമെന്ന് വരെ തോന്നിപ്പോയി. ഈ ഇരിക്കുന്ന ചോക്ലേറ്റിൻ്റെ കേക്കിന് 60 രൂപ, നടുക്കിരിക്കുന്ന റെയിൻബോയുടെ കേക്കിന് 136 രൂപ, സൈഡിൽ ഇരിക്കുന്നതിന് 80 എത്രയാട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പപ്സ് പറഞ്ഞു. ആ കാശുണ്ടെങ്കിൽ പപ്സ് മേടിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പപ്സ് മേടിച്ചു. ആൻലീനയാണെങ്കിൽ പപ്സിൻ്റെ അകത്ത് ചിത്രപ്പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രഷ് ലൈം വന്നിട്ടുണ്ടായിരുന്നു. ഫ്രഷ് ലൈം അടിപൊളിയാട്ടോ. റോയൽ ബേക്കറിയിൽ സാധനങ്ങളൊക്കെ റോയലാണെങ്കിലും വില ഇച്ചിരി കടുപ്പമാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഫ്രഷ് ലൈം അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളത് ഫ്രഷ് ലൈം കുടിച്ചു. പിന്നെ പപ്സ് ഉണ്ടായിരുന്നു, പപ്സും കഴിച്ചു. പപ്സും നല്ല ചൂട്, നല്ല ക്രിപ്സി പപ്പായിരുന്നു. പപ്സായിരുന്നു, വെള്ളിയാണ് ഗൈസ്. നല്ല അടിപൊളി പപ്സായിരുന്നു കേട്ടോ. ഇങ്ങനെ മുരുമുരാന്നിരിക്കുമായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ചൂട് പപ്സ് തന്നെ ഒരു പ്രത്യേക സുഖമുള്ളത് സോസിൻ്റെ കൂടെ. അപ്പോൾ അത് നമ്മൾ മാക്ക അടിച്ചു കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ സോസ് ഒഴിച്ച് ഇനി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു, പക്ഷെ അത് കൂടുതലായിരുന്നു. പിന്നെ പപ്സിൻ്റെ കൂടെ നമ്മൾ ഫ്രഷ് ലൈം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റും കാര്യമില്ല. എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ കുറേ കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ദാഹിക്കാൻ തുടങ്ങും. അപ്പോൾ അലീന ചോറിനും പോലെയാണ് പപ്സ് കഴിച്ച് നമ്മൾ അവിടെ നിന്ന് കയ്യെ കഴിഞ്ഞ് ബില്ലൊക്കെ കൊടുത്ത് ഇറങ്ങിയിട്ടോ. നമ്മളിനി എംപ്ലോയ്മെൻറ്റ് ലക്ഷ്യമാക്കി നടക്കുവാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ വൈക്കത്തഷ്ടമിക്ക് ഞാൻ പോയെന്ന്, അതായത് ഇന്നലെ ചൊവ്വാഴ്ച കൊടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അമ്പലത്തിനകത്തൊക്കെ നല്ല ക്രൗഡായിരുന്നു. ഞാൻ അമ്പലത്തിനകത്ത് കയറിയില്ല കേട്ടോ. അവൾമാർക്ക് കയറത്തില്ലായിരുന്നു, അതുകൊണ്ട് കയറിയില്ല. ഞാൻ കയറണമെന്നൊക്കെ വിചാരിച്ചാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. കടയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ക്യാമറ എടുക്കുമ്പോൾ ഷെയ്ക്ക് ആകണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടന്നുകൊണ്ടാണ് വീഡിയോ എടുക്കണേ. ഐഫോൺ ആയിരുന്നേ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു അപാകതയും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊരി, വറ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ കടയൊക്കെ നേരത്തെ വന്നായിരുന്നു. കാരണം അവർക്ക് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ ഒത്തിരി താമസം ഉണ്ടല്ലോ. ഇതൊക്കെ അടുക്കിയൊക്കെ വെക്കണ്ടേ. അപ്പോൾ ഓരോരുത്തരൊക്കെ ആയിട്ട് കടയായിട്ട് വന്നുകൊണ്ടിരിക്കണു. ചില കടയൊക്കെ മൂടിയിട്ടേക്കാണ്, ചിലതൊക്കെ ഓപ്പണാണ്. പിന്നെ ബജ്ജിയും കാര്യങ്ങളൊക്കെ വറുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. ഇങ്ങനെ പൊരിക്കടയൊക്കെ ഓൾറെഡി ഓപ്പൺ ആയിരുന്നു കേട്ടോ. പിന്നെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പോപ്കോൺ അങ്ങനെ എല്ലാം ഉണ്ട്. അഷ്ടമിയുടെ ഒന്നാം അഷ്ടമി ആയതുകൊണ്ടായിരിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരെ എംപ്ലോയ്മെൻറ്റിലേക്കാണ് പോണത്. അപ്പം ആ സൈഡിൽ കൂടിയുള്ള കാഴ്ചകൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ട മുളക് ബജ്ജിയൊക്കെ തൂങ്ങിക്കിടക്കുകയാണ്. അടിപൊളിയാണ് ഇത് കാണാനായിട്ട്. മുളക് ബജ്ജി തൂങ്ങിക്കിടക്കണമെന്നല്ല, മുളക് ബജ്ജിയുടെ മുളക് തൂങ്ങിക്കിടക്കണം എന്ന് കേട്ടോ. വെള്ളിയാണ് ഗൈസ്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ നല്ല നട്ടുച്ചയായിട്ടോ, നല്ല വെയിലായിരുന്നു. ഒരു കാക്കയ്ക്ക് ഇരിക്കാൻ പോലും തണലില്ലാതെ ഇങ്ങനെ ചുട്ട് പൊള്ളുമായിരുന്നു. അപ്പോൾ അതായത് നമ്മൾ എംപ്ലോയ്മെൻറ്റിൽ നല്ല തണുപ്പായിരുന്നു. മരമൊക്കെ നിൽക്കണുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ പോയ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എംപ്ലോയ്മെൻറ്റിൻ്റെ കാർഡ് പുതുക്കാൻ പോയതാണ്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. +2ൻ്റെ ഒക്കെ രജിസ്റ്റർ ചെയ്തു, ഡിഗ്രിയുടെ രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ചെയ്യുകയും പുതുക്കുകയും കൂടി ചെയ്യണമായിരുന്നു. പുതുക്കിയാലാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കാനായിട്ടും, അവിടെ കുറേ ജോലിയുടെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അറിയാറില്ല, നമ്മൾ അവിടെ പോയി തിരക്കാൻ മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ പുതുക്കുകയോ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ തിരക്കാൻ മതി. അപ്പോൾ നമ്മളവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്, ഈ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഒരു വർഷത്തിൽ 2-3 മാസമാണ് അത് പുതുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വെബ്സൈറ്റിൽ നോക്കിക്കൊണ്ടിരിക്കണം പുതുക്കണ സമയമാകുമ്പോൾ എന്ന് പറഞ്ഞു വിട്ടിട്ടോ. ഞാൻ വെബ്സൈറ്റ് അതിനകത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ കുറേ നേരം എടുത്തായിരുന്നു, പക്ഷെ അത് വന്നില്ല. അതിനകത്ത് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും പുതുക്കാനായിട്ട് ശ്രദ്ധിക്കണം. സൈറ്റിൽ നോക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു. രജിസ്റ്റർ ചെയ്യണത് വർഷത്തിൽ ഒരിക്കലാണ്. അപ്പോൾ ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനോ പുതുക്കൽ നടക്കില്ല കേട്ടോ. രജിസ്ട്രേഷൻ നടക്കുമെന്ന് എനിക്ക് തോന്നണേ. പുതുക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സൈറ്റിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ആ സൈറ്റ് നോക്കിയാൽ മതി. വർഷത്തിൽ ഒരിക്കലേ പുതുക്കുള്ളൂ എന്നാണ് അവർ പറഞ്ഞേക്കണത്. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ വർഷത്തെ വന്നിട്ടില്ലെന്നല്ലേ എടി പറഞ്ഞേ? ഈ വർഷത്തെ വന്നിട്ടില്ല. അപ്പോൾ ഇടുമ്പോൾ പറയാം എന്നാണ്, അത് നോക്കിക്കൊണ്ടിരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ശീലമായി. നമ്മളൊരു ഇൻ്റർവ്യൂവിനും പറഞ്ഞു പോയായിരുന്നു. അഷ്ടമിയുടെ ഒരു സ്മെല്ല് വന്നിട്ടുണ്ട് ഗൈസ്. വൈക്കത്ത് വരുമ്പോൾ ഇല്ലേ എടി, എല്ലാം വറയും പൊരിയൊക്കെ പൊരിക്കുമ്പോൾ ഒരു സ്മെല്ല് വരത്തില്ലേ, അത് വന്നിട്ടില്ലേ?
നമ്മൾ കുറേ ഇങ്ങനെ നീങ്ങി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ ചക്കരയും പനങ്കൽക്കട്ടൊക്കെ ഇരിക്കുന്ന കണ്ടു കേട്ടോ. അതിരിക്കണ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കുറച്ച് നേരം എടുത്തു. പിന്നെ ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോയിട്ട് എന്തായെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കുറേ പേര്. ഇൻ്റർവ്യൂവിന് പോയിട്ട് നമുക്ക് 1-2 സ്ഥലത്ത് നിന്ന് വിളിച്ചായിരുന്നു. HDFCന്ന് വിളിച്ചു, പിന്നെ തൃശ്ശൂർ ഒരു കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് നമുക്ക് പോകാനായിട്ട് പറ്റില്ല. HDFC ബാങ്കിൽ നിന്ന് വിളിച്ചത് തൊടുപുഴയിലാണ്. ആദ്യം 3 മാസം സ്റ്റൈഫൻഡോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാം 3 മാസത്തെ ബോണ്ട് കഴിഞ്ഞ് നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, അത് കഴിഞ്ഞൊക്കെ തീരുമാനിക്കണം. അപ്പോൾ അതും വേണ്ടെന്ന് വെച്ചു കേട്ടോ. അത് നമ്മൾ തിരിച്ച് റിട്ടേൺ പോന്നപ്പോഴും കടയും വറയും പൊരിയൊക്കെ അവിടെ തന്നെ ഉണ്ട്. നല്ല വെയിലായിരുന്നു, നല്ല വെയിൽ. ഒരു കുടയും ഞങ്ങൾ 3 പേരുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോയ കാര്യം നടക്കാണ്ട് വന്നപ്പോൾ തന്നെ മടിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് മെയിനായിട്ട് നമുക്കൊന്ന് അടിച്ച് പൊളിക്കാമല്ലോ. വൈക്കത്തെ അഷ്ടമിയാണ്, അപ്പോൾ എന്നും ഇങ്ങനെ വിടുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ വൈക്കത്തെ അഷ്ടമിയുടെ സ്ഥിരം കാഴ്ചയാണ് ഇങ്ങനെ ഈ ഭരണി, കപ്പ്, സോസറൊക്കെ കേട്ടോ. അത് അടിപൊളിയാണ്, എനിക്കിഷ്ടമാണ് മേടിക്കാനായിട്ട്. പക്ഷേ മാത്തപ്പൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കുഞ്ഞു കടയൊക്കെ ഇല്ലേ, ഇതൊക്കെ വന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ വലിയ ഷീറ്റൊക്കെ കെട്ടിയ കടയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ബീച്ചിൻ്റെ സൈഡിൽ. ഞാൻ ആ ഒരു പൊട്ടെടുത്തായിരുന്നു. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിനൊക്കെ 30 രൂപ. നമ്മുടെ ലേഡീസ് സ്റ്റോറിലൊക്കെ 8, 9, 10 ഉള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ 30 രൂപയായിരുന്നു. അതുകൊണ്ട് അത് ഞാൻ എടുത്തില്ല. ഞാൻ കുറേ പറഞ്ഞു കേട്ടോ, 10 തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല മോളെ തരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു പൊട്ടും എടുത്തു, ഒരു വള എടുത്തു, പിന്നെ വേറെ എന്തൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അത് മാത്രമേ എടുത്തുള്ളൂ. വള കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവൾമാരും ഒന്നും അങ്ങനെ എടുത്തൊന്നുമില്ല വലിയ കാര്യമായിട്ട്. എന്ന് വെച്ചാൽ ഭയങ്കര വിലയായിരുന്നു. കമ്മലുണ്ട് 2 മേടിക്കാമെന്നൊക്കെ പറഞ്ഞാണ് പോയത്. പക്ഷെ കമ്മൽ അങ്ങനെ വന്നിട്ടില്ല ഇത്തവണ. ആദ്യത്തെ ദിവസം ആയതുകൊണ്ടായിരിക്കും. പയ്യെ 2, 5, 6 അഷ്ടമിയൊക്കെ ആകുമ്പോൾ വന്നു തുടങ്ങും. ഞാൻ പിന്നെ ഈ ടിക്ടോക്ക് സ്ലൈഡില്ലേ അത് മേടിച്ചായിരുന്നു കേട്ടോ. അതിന് 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ, അത് മേടിച്ചു. പിന്നെ ഇങ്ങനത്തെ കമ്പിവളയില്ലേ അതെനിക്കിഷ്ടമായിരുന്നു. പക്ഷേ അതിനൊക്കെ 50, 60 രൂപയൊക്കെയാണ്. അതുകൊണ്ട് അത് ഞാൻ മേടിച്ചില്ല കേട്ടോ. പുള്ളി കുറച്ച് തരികയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് സാധനമൊക്കെ എടുത്തിട്ട് പോകുന്നു. ഇനിയിങ്ങനെ ഒത്തിരി കടയൊക്കെ വരുള്ളൂ. ലാസ്റ്റ് ദിവസം ആകുമ്പോൾ പിന്നെ ഇതിനൊക്കെ ചിലപ്പോൾ വില കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏതെടുത്താലും 10 രൂപ കട, 20 രൂപ കടയൊക്കെ ഇല്ല, അതൊക്കെ വന്നിട്ടില്ല, വന്ന് തുടങ്ങണേ ഉള്ളൂ. പിന്നെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഉണ്ടെന്ന് ബീച്ചിൻ്റെ സൈഡിലുണ്ട്. പക്ഷെ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ പലതിനും പല റേറ്റ് ആയിരിക്കും. എഴുതി വെക്കുമ്പോൾ കാണുമ്പോൾ നമ്മൾ പോവുമെങ്കിലും പിന്നെ ക്വാളിറ്റി വൈസ് നമുക്ക് ലേഡീസ് സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന സാധനം തന്നെയായിരിക്കും നല്ലത്. പിന്നെ കാണുമ്പോൾ നമ്മൾ മേടിച്ച് പോകും, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അപ്പോൾ ഞാൻ സാധനമൊക്കെ മേടിച്ചു, പൈസ കൊടുത്ത് നമ്മൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് നടക്കും കേട്ടോ. നല്ല വെയിലാണ്, ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, കപ്പിൾസ് ഉണ്ട്. ഇവിടെ നമ്മൾ കയറിയില്ല. വിതുക്കുട്ടന് എന്തെങ്കിലും മേടിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ വൈക്കത്തെ അച്ചായി ആയിട്ട് വരുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പോയിട്ടോ. വിതുക്കുട്ടൻ അങ്ങനെ കളിപ്പാട്ടത്തിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു ആളാണ്. പുള്ളിക്ക് വണ്ടി, അതായത് ടിപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ താല്പര്യം. അപ്പോൾ ഇവിടെ ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് പോയതാട്ടോ ഗൈസ്. ഇങ്ങനെ പറയും പൊരിയുടെയൊക്കെ നല്ല മീൻ വറക്കണ മണമായിരുന്നു. അപ്പോൾ അവർ ആ എണ്ണയിലിട്ട് മീൻ വറുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി ബെജ്ജിയുടെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാട്ടോ വന്നത്. അപ്പം അവർ മീൻ വറക്കണമുണ്ട്, അവർ ചിരിച്ച് ഞങ്ങളെ കണ്ടുകൊണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ, അതായത് ആ ബോട്ട് ചെട്ടിയുടെ ഇപ്പുറത്തൊരു കടയുണ്ട് കേട്ടോ, കമ്മൽ കട. ഈ ഒരു കമ്മൽ കട മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ബീച്ചിൻ്റെ സൈഡിലും ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ ഔട്ട് ഓഫ് ഫാഷനൊക്കെ, അതൊരു ഭംഗിയില്ലാത്ത മോഡലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഇതൊന്നും നമ്മൾ നോക്കിയില്ല. 1, 2, അതായത് ഈ മയിൽപീലിയുടെ അതിൻ്റെ മേളിൽ കിടക്കണതും പിന്നെ ഒന്നും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഏറ്റവും മേളിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതും കുറച്ച് ഭംഗിയായിട്ട് തോന്നി. ബാക്കിയൊന്നും നല്ല പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവിടെ ഈ മൊമോസൊക്കെ ഉണ്ടാക്കണതിൻ്റെ അച്ചുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി കാല് തേക്കണതിൻ്റെ സാധനം ഇല്ലേ, കാലിൽ ഉരയ്ക്കണേ, അത് പല ഷേപ്പിലുണ്ടായിരുന്നു ആ സ്റ്റോൺ. അത് കൊള്ളായിരുന്നു. നമുക്കൊക്കെ എന്തിനത്, നമ്മൾ അലക്കലിട്ട് ഉരച്ചാൽ മതി, അപ്പം കാലൊക്കെ നല്ല മെനക്കിരുന്നോളും. പിന്നെ അവിടെ അങ്ങനെ വലിയ കാര്യമായിട്ട് നിന്നൊന്നുമില്ല കേട്ടോ. അധികം തിരക്കൊന്നുമില്ല ഈ ആദ്യത്തെ ദിവസമായതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാമൊക്കെ എടുത്ത് വിശദമായിട്ട് നോക്കാം. ഇത് പറഞ്ഞാൽ മേടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ചു എന്ത് കാര്യത്തിന് ആരുണ്ടാക്കാനാണെന്നൊക്കെ വിചാരിച്ച് അതും അവിടെ ഇട്ടു കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ കടക്കാർ വിചാരിക്കും നമ്മളിപ്പോൾ മേടിക്കും, പക്ഷെ അവരോട് വില ചോദിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണ് ബൾബടിച്ച പോലെ ആകും കേട്ടോ. കുത്തി ഒലിച്ചു പോയെന്നുള്ള സങ്കടത്തിലാണ്.
പിന്നെ ഞങ്ങൾ തണൽ അന്വേഷിച്ച് നടക്കുമായിരുന്നു. പിന്നെ നമ്മൾ ബോട്ടിൽ കയറി അക്കരെ പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒരു ബോട്ട് അങ്ങ് പോയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഉള്ളിലേക്ക് കയറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് പാസ് എടുക്കണമെങ്കിൽ മാത്രമേ കയറ്റുള്ളൂ. എന്നാൽ പോട്ടെ പുല്ലെന്നും പറഞ്ഞ് നമ്മൾ നേരെ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ക്യാമറ നന്നായിട്ട് ഷേക്ക് ആകുന്നത് ഞാൻ നടക്കുന്നതുകൊണ്ടാട്ടോ. അതാണ് ഞാൻ സ്പീഡിലിടാത്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലാഗ് അടിക്കണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത പോർഷൻ കാണാം. എന്നു വെച്ചാൽ നമ്മൾ നടക്കണതുകൊണ്ട് നമ്മൾ സ്പീഡിലിട്ടാലും ഭയങ്കരമായിട്ട് ഷേക്ക് ആ വീഡിയോയുടെ ഭംഗി അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ ഒത്തിരി സ്പീഡിലൊന്നും ഇട്ടിട്ടില്ല, എന്നാലും ചെറുതായിട്ട് സ്പീഡിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒരു ബോട്ട് വന്നു. ഈ ബോട്ട് ഇപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അവർ കേട്ടോ. ഒരു ബോട്ട് ആദിത്യ എന്ന് പറയുന്ന ബോട്ട് അങ്ങോട്ട് പോയതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇതിലേ കേട്ടോ പോകണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ പിന്നെ ആ ഒരു മോഹം ഉപേക്ഷിച്ചു. പിന്നെ നമ്മളിങ്ങനെ വെയിലും കൊണ്ട് നടക്കുവാണ്. ഈ ഒരു സൈഡിലൊക്കെ വന്നപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് വെയിലിൻ്റെ ആ ഒരു ചൂടും കാര്യങ്ങളൊന്നും അറിയണില്ലായിരുന്നു. കുറേ അങ്ങ് ചെയ്യുന്നപ്പോഴാണ് എൻ്റെ പൊന്നുപള്ളി നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഈ വെയിലത്തും ഇവരിങ്ങനെ വന്നിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് പ്രാന്ത് പിടിച്ചതെന്ന് വെച്ചാൽ ഇതുണ്ടോ, അവർ വന്ന നട്ടുച്ച വെയിലാണ്. അത് ക്യാമറയിൽ എന്തോരായെന്ന് എനിക്കറിയാൻ മേല. ഇവരുടെ രണ്ടെണ്ണം ഇരിക്കണം, കുറേ എണ്ണം അവിടെ ഇരിക്കണം. എൻ്റെ പൊന്നെ പൊള്ളുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം KTDC കയറി ഫുഡ് കഴിച്ചാലോ എന്ന് ആലോചിച്ച്. പിന്നെ വിചാരിച്ച് വേണ്ട, ആൾക്കാരെന്ത് പറയും, ആരും ഇല്ല, ചേട്ടായിമാരോ അങ്ങനെ ബോയ്സ് ആരും നമ്മുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് അത് ഉപേക്ഷിച്ചിട്ട് നമ്മൾ വേഗം നടന്നോട്ട്. പിന്നെ വിശക്കണില്ലായിരുന്നു, അതുകൊണ്ട് പപ്സും ഫ്രഷ് ലൈമും നമ്മുടെ വയറ്റിൽ ഓൾറെഡി ഉണ്ടല്ലോ. പിന്നെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിധുക്കുട്ടൻ അമ്മയുടെ അച്ഛൻ്റെ കൈ സേഫായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. അമ്മയെന്നും പറഞ്ഞ് ഫോൺ വിളിക്കുകയും നേരം എവിടെ പോയാ എന്നൊക്കെ ചോദിക്കും. ക്രീം മേടിച്ചുകൊണ്ട് വരാനൊക്കെ പറയും. ഈ കടയൊന്നും തുറന്നിട്ടില്ല, വൈകുന്നേരം ആകുമ്പോഴാണ് ചില കടയൊക്കെ തുറക്കുന്നത്. വെച്ചാൽ ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഇതിൻ്റെ അടിയിലൊന്നും ഇരിക്കാൻ പറ്റും. പിന്നെ വമ്പിച്ച വിലക്കുറവ് ചെരുപ്പിനുണ്ടായിരുന്നു, അതൊക്കെ അവർ അറേഞ്ച് ചെയ്യണേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരൊക്കെ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഫുഡ് ഡീൽസ് ഇവിടെ കിടന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കുടക്കീഴിൽ 3 പേര് ടാനടിച്ചുമായിരിക്കും. അപ്പം ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഈ ഒരു കടയിൽ മാല ഇട്ട് വെച്ചേക്കണം. അപ്പം ഞാൻ അവൾമാരോട് പറഞ്ഞു, ഇതന്നെ ഈ കട മാറ്റിച്ചോ, മാല ഇട്ട് വെച്ചേക്കോ, തുറന്ന് വെച്ചിട്ടുണ്ട്, ചന്ദനത്തിനെയും കത്തിച്ചിട്ടുണ്ട്, ആളും ഇല്ല അനക്കവും ഇല്ല, അർത്ഥവും ഇല്ലാണ്ട് കിടക്കുവാണ്. അപ്പം അങ്ങനെയല്ലേ തോന്നുള്ളൂ. ഈ സൈഡൊക്കെ പായലൊക്കെ മാറ്റി നല്ല ഭംഗിയാക്കി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുൾ പായൽ മാറ്റി ഈ ഒരു വ്യൂ അടിപൊളിയായിരുന്നു. പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെന്താ, ഇപ്പം നമ്മൾ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഇരിക്കുന്ന ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ 10ൻ്റെ ഐസ്ക്രീം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല, 20ൻ്റെ തൊട്ടാണ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ചേട്ടൻ്റെ വേണ്ട, 10 എടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് 40ൻ്റെ 60ൻ്റെ ഐസ്ക്രീം ആട്ടോ മേടിച്ച് കഴിച്ചത്. പിന്നെ കടയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നു, ഓരോരുത്തർ കാഴ്ചയെ കണ്ടിട്ട് പോകുന്നു. റോബോട്ടിക്കിൻ്റെ ആ ഒരു സ്പേസ് അവർ ഓപ്പൺ ചെയ്തിട്ടില്ല, വൈകുന്നേരമായിട്ടോ ഓപ്പൺ ആക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഈ കടക്കാർ മൊത്തം ഉറങ്ങുമായിരുന്നു. അവരെ നമ്മൾ ഏൽപ്പിച്ചു കേട്ടോ. നമ്മൾ സാധനം മേടിക്കുമെന്ന് ഓർത്തായിരിക്കും അവർ എണീറ്റത്. നമ്മൾ മേടിച്ചില്ല. കമ്മലൊക്കെ കണ്ട് ഭയങ്കര വിലയായിരുന്നു, അതുകൊണ്ട് ഒന്നും മേടിച്ചില്ല. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പരിങ്ങി ഇതിന് എത്രയാ വില, അതിന് എത്രയാ വില എന്നൊക്കെ ചോദിച്ചിട്ട് പോന്നു. അവരോട് നമ്മൾ ബാർഗെയിൻ ചെയ്തായിരുന്നു. അവരൊക്കെ പഠിച്ചു പോയി ഗൈസ്. അതുകൊണ്ട് നമ്മുടെ ആ രീതിയിലേക്ക് അവർ വീണില്ല, നമ്മുടെ വശത്തേക്ക് വീണില്ല, ഏറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് ചേട്ടൻ പിടിച്ചോളാൻ പറഞ്ഞാൽ നമ്മൾ പോകുന്നു കേട്ടോ. അല്ലാണ്ട് പിന്നെ ഇതിനകത്ത് എനിക്ക് 1-2 കമ്മലൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ. സ്റ്റോണിൻ്റെ ഈ റിസപ്ഷനൊക്കെ ഇടാനായിട്ടൊക്കെ അടിപൊളിയായിട്ടുള്ള കമ്മലുണ്ടായിരുന്നു. പക്ഷേ വില കുറച്ച് തരത്തില്ല. ചേട്ടായിട്ട് പോകുമ്പോഴാണെങ്കിലും പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നേരെ നടന്നു കേട്ടോ. ഈ കടയൊക്കെ മൂടിയിട്ടേക്കുവാണ്. പിന്നിൽ അങ്ങ് അറ്റത്ത് കുലുക്കി സർബത്തിൻ്റെ ഒരു കടയുണ്ട്. അപ്പം നമുക്ക് ദാഹിച്ച് പൊരിഞ്ഞായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇനി വെള്ളമൊന്നും കുടിക്കേണ്ട, എന്നാന്ന് വെച്ചാൽ വയറുവെല്ലം ഇളകിയാലോ, എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ എന്നാന്ന് വെച്ചാൽ വന്നല്ലേ, നമ്മൾ ഓൾറെഡി ഫ്രഷ് ലൈം കുടിച്ചിട്ടുണ്ട്. ഇനി കുലുക്കി സർബത്തും കൂടി കുടിച്ച് എങ്ങനെ ആയിരിക്കും എന്ന് അറിയത്തില്ല. ഒരു പ്രാവശ്യം അങ്ങനെ വന്ന് ഇച്ചിരി പണി കിട്ടിയത് കൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട്, അവൾമാർക്ക് ഇഷ്ടമായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ ഇത് റോബോട്ടിക്കിൻ്റെ മറ്റേ കുരങ്ങനൊക്കെ അവിടെ ഇരിപ്പുണ്ട്, കിങ്കോങ്ങൊക്കെ കൊട്ടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പുള്ളി. കാറ്റടിക്കുമ്പോൾ കൈ ചെറുതായിട്ടൊന്ന് അനങ്ങുന്നുണ്ട്. വൈകുന്നേരം ഇതിനൊക്കെ പ്രവർത്തിക്കുകയുള്ളൂ. നല്ല വെയിലായിരുന്നു കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട, എടുത്തെടുത്ത് പറയണം. എന്താണെന്ന് വെച്ചാൽ അത് അനുഭവിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന കടയിൽ നിന്നാണ് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. ഇവിടെ ഇച്ചിരി കാറ്റും അവന്മാരുടെ പുറകിൽ ആ ഫാൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ചേരാം കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് മേടിച്ചു. തീ പിടിച്ച വിലയായിരുന്നു. സുഗു ടെൻഡർ കോക്കനട്ട് മേടിച്ചു. ഞാനും അലീനയും മാംഗോയുടെ ഫ്ലേവർ ആട്ടോ മേടിച്ചത്. കുറേ നേരം അവിടെ ഇരുന്ന് അത് കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട്
നമ്മൾ അവിടെ നിന്ന് പയ്യെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഐസ്ക്രീമൊക്കെ തിന്നു. അപ്പോൾ എന്നാലും ഷീറ്റിൻ്റെ ചൂട് ഭയങ്കരമാണല്ലോ, ഈ ഷീറ്റല്ലേ ഇട്ടേക്കണേ. ഓരോരുത്തരൊക്കെ വന്നു പോകുന്നു, കപ്പിൾസിനൊക്കെ അഷ്ടമി അടിപൊളിയായിരിക്കും കേട്ടോ. രാവിലെ ഇറങ്ങിയാൽ പിന്നെ വൈകുന്നേരം പോന്നാൽ മതിയല്ലോ, അതൊരു വൈബ് തന്നെയാണ്. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ആരും ഇല്ലായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ കേട്ടോ. അത് കഴിഞ്ഞ് ഇവരൊക്കെ ഞങ്ങൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കപ്പിൾസാണ് ഇരിക്കണത്, നമുക്കവിടെ ഒന്നും സ്പേസ് ഇല്ല. പിന്നെ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, KTVCയും ഫുഡി വീൽസൊക്കെ എടുത്തു. പിന്നെ കാറ്റുണ്ടായിരുന്നു കേട്ടോ, നല്ല വെയിലാണെങ്കിലും. പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോന്നു നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്. ഇതിൻ്റെ പേര് മിയാമിന്നെന്തോ ആണെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ ഏത് കടയാണ്, കൂടല്ലിയുടെയൊക്കെ ഇപ്പുറത്ത് കാണുന്ന കടയാട്ടോ, മിയാമിന്നാന്ന് തോന്നണം, എനിക്ക് ശരിക്കും ഓർക്കുന്നില്ല. നമ്മൾ ആവി റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞാണ് പോയത് ഫുഡ്. പക്ഷെ അത് ഇവിടുന്ന് കുറേ നടക്കണം, സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് നടക്കണം. അത് കഴിഞ്ഞും പോകണതുകൊണ്ട് നമ്മളത് ആ മോഹം ഉപേക്ഷിച്ച് നമ്മൾ നേരെ മടുത്ത് ചത്ത് കുത്തിയായിട്ടാണ് വന്നത്. ഫുള്ള് കരിഞ്ഞ്. എന്നിട്ട് നമ്മളത് AC ഫാമിലിയിൽ AC ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പൊരിഞ്ഞൊന്നും പറയാൻ പറ്റില്ല, AC ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഞാൻ വിശന്ന് പൊരിഞ്ഞെന്നല്ല കേട്ടോ പറഞ്ഞാൽ, വെയിൽ കൊണ്ട് പൊരിഞ്ഞെന്നാണ് പറഞ്ഞത്. ഭയങ്കര ദാഹം, ചുണ്ടും നാക്കൊക്കെ ഇറങ്ങിപ്പോവായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. ബിരിയാണി മുമ്പിൽ വന്നിട്ടും ആ ഒരു ക്ഷീണം മാറിയിട്ടില്ല. ബിരിയാണി കണ്ടതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ അതേ നമ്മളത് പ്ലേറ്റിലേക്ക് എടുത്ത് തട്ടുക കേട്ടോ. നല്ല അത്യാവശ്യം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിക്ക് ടേസ്റ്റും ഉണ്ടായിരുന്നു. ടേസ്റ്റും അടിപൊളിയായിരുന്നു കേട്ടോ. ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗ്രേവി ഉണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു. പിന്നെ ക്വാണ്ടിറ്റി തോന്നിയത് എനിക്ക് വിശന്നിട്ടാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഒരു ചിക്കൻ പീസും കുറച്ച് പപ്പടവും ആ ഗ്രേവിയും നമ്മുടെ ചർവാസും കൂടി എടുത്ത് നമ്മൾ വായിലേക്ക് വെക്കുമ്പോൾ ഉണ്ടല്ലോ, സ്വർഗം കാണും. അടിപൊളിയായിരുന്നു. സീരിയസ്ലി സിൻസിയറായിട്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കഴിക്കാൻ വയറില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഐസ്ക്രീമും വെള്ളമൊക്കെ ഇഷ്ടമാതിരി കുടിച്ചായിരുന്നു നമ്മൾ. അപ്പോൾ അതിൻ്റേതായ, പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, അച്ചാർ അടിപൊളിയായിരുന്നു. ഞാൻ രണ്ടാമതും മേടിച്ചത്. അത് കഴിഞ്ഞ് എന്തിനാണോ എന്തോന്ന് എനിക്കറിയത്തില്ല, ഒരു ഫ്രഷ് ലൈം 2 പറഞ്ഞു, 3 പറയാനിരുന്നതാണ്. 2 മതിയെന്ന് പറഞ്ഞു. കുടിച്ചിട്ടും തീരുന്നില്ല. ഒരു കിണർ പോലത്തെ ക്ലാസ്സിനകത്താട്ടോ കൊണ്ടുവന്നേ. എന്തോരം കുടിച്ചിട്ടും അത് തീരുന്നില്ല. ലാസ്റ്റ് അവിടെ വെച്ചിട്ട് പോന്നു. പിന്നെ നമ്മൾ ബില്ലൊക്കെ ചെയ്തു ഇറങ്ങി. ഇനി ഒരടി വെക്കാൻ പറ്റണില്ല ഗൈസ്, അത്രയ്ക്ക് മടുത്തു. വെയിൽ കൊണ്ടും വയറും നിറഞ്ഞു. ബിരിയാണി കഴിക്കേണ്ടെന്നായിപ്പോയി. ഇനി ഒരടി അനങ്ങാൻ മേല ഗൈസ്, തൊണ്ട വരെ ഫുഡാണ്. പിന്നെ നമ്മൾ അവിടെ നാടി തൂങ്ങി വിഷമിച്ച് വലിഞ്ഞ് നടന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വന്നു. നമ്മൾ വെൽഫെയറിൻ്റെ ഫ്രണ്ടിൽ ആ പോലീസ് സ്റ്റേഷൻ അവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ കേട്ടോ വണ്ടി വന്നത്. അവിടെ ഇരുന്നാണ് ഉറക്കം വന്ന് വായിക്കോട്ടെ, ഞങ്ങൾ മത്സരിച്ച് വായിക്കോട്ടെ വിടുമായിരുന്നു. പിന്നെ ലാസ്റ്റ് നമുക്ക് ബസ് വന്നു. ഞാനും സുഖു ഏറ്റവും പുറകിലാട്ടോ ഇരുന്നത്. സുഖു അടിപൊളിയാണ്, വൈബാണ്. അലീനയുടെ അനിയത്തിയാട്ടോ സുഖു. നമ്മൾ അലീന ഫ്രണ്ടിലാണ് ഇരുന്നത്. അവൾമാരെ പറ്റി പറയുവാണെങ്കിൽ 2 പേരും അടിപൊളി കേട്ടോ. അപ്പോൾ നമ്മളത് തള്ളപ്പറമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രൈവറ്റ് വണ്ടിയിലാണ് വന്നത്. പാട്ടൊക്കെ ഇട്ട് ജില്ലായിട്ടാണ് വന്നത്. പാട്ടൊക്കെ ഇട്ട് നമ്മൾ വേറെ ലോകത്ത് പോയി. അതായത് മെലഡി ഗാനമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു വൈബാണല്ലോ, എനിക്കിഷ്ടമാണ് അങ്ങനെ പാട്ടുള്ള. പ്രൈവറ്റ് കയറുവാണെങ്കിൽ പാട്ടുള്ള വണ്ടിയിലേ കയറാറുള്ളൂ. എന്ന് വെച്ചാൽ നല്ല രസമാണല്ലോ, അങ്ങനെയുള്ളവർ പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ടാറ്റ ബബ്ബൈ പറഞ്ഞ് പോരുവാണ്. അപ്പോൾ അവൾമാരെ അവിടെ ഇട്ടേച്ചു, നമ്മൾ പോന്നു. എൻ്റെ വണ്ടി താഴ്ത്തിരിപ്പുണ്ടായിരുന്നു. വിധുക്കുട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വിധുക്കുട്ടനെ എടുക്കാനായിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അച്ചായും അമ്മയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മുളകല്ലല്ലോ, മീൻ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു, അടയ്ക്ക ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിധുക്കുട്ടൻ അച്ചായി എന്തി തിരക്കും. എന്നെ കൊണ്ടേ ആക്കിയത് ചേട്ടായിയാണ്. അപ്പോൾ അച്ചായി എന്നെ കണ്ട് അച്ചായി ഇല്ലാത്തതുകൊണ്ട് അച്ചായി എന്നൊക്കെ തിരക്കി കുറേ നേരം അവിടെ ഇരുന്നു വർത്താനം പറഞ്ഞത്. നമ്മൾ പോരുവാണ് വീട്ടിലേക്ക്. അച്ചായി വീണ്ടും വാഴക്കൃഷി തുടങ്ങിയിട്ടുണ്ട്. വാഴയ്ക്ക് വേണ്ടത് നമ്മുടെ പൂ കണ്ടോ, നല്ല ഭംഗിയില്ല, നല്ലൊരു കളറാട്ടോ. അപ്പോൾ അതേ ചാണകവും കാര്യങ്ങളൊക്കെ ഉണക്കാനിട്ടേക്കുന്നു. വാഴ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്.
ഈ വാഴക്കൃഷി എന്ന് പറഞ്ഞാൽ അങ്ങനെ മടിയുള്ള കൂട്ടത്തിലായിരുന്നു. പിന്നെ ഇത്തവണയും വെച്ച്, കഴിഞ്ഞ പ്രാവശ്യം വെച്ചു, ഇത്തവണ വെച്ചിട്ട് നമ്മുടെ പറമ്പ് ഫുള്ള് പുല്ലായിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ശരിക്കും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ചങ്ങ് പൊട്ടിച്ചേരുക ഗൈസ്. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം എന്ന് പറയണതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ലൈക്കിലും നമുക്ക് പ്രാധാന്യമുണ്ട്, അതുകൊണ്ടാട്ടോ അങ്ങനെ പറയണേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോരുവാണ്. ഫുള്ള് പച്ചപ്പാണ്, കാട് കയറി കിടക്കുവാണ് ആ ഏരിയ മൊത്തം. നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ വിതുക്കുട്ടനെ കൊണ്ട് വണ്ടിക്കാണ് പോകുന്നത്. ഹെൽമെറ്റ് ഇല്ലായിരുന്നു ഗൈസ്, അതുകൊണ്ട് ഞാൻ വേഗം പോട്ടെ, ഉച്ച നേരം ആയതുകൊണ്ട് ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു തക്കത്തിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ടാറ്റാ ബൈ, സീ യു, ടാറ്റാ.